ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെറ്റ് കെമിസ്ട്രി ചലഞ്ചിങ് ക്വസ്റ്റ്യൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ചലഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിത്ത് പ്രൂഫ് ഉള്ളതായതുകൊണ്ടാണ് നമ്മൾ 3 തന്നെ എടുത്തിരിക്കുന്നത്. 3 നമുക്ക് സോളിഡ് പ്രൂഫ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് പ്രൂഫ് അത്യാവശ്യമാണ്. ഗൂഗിളിലെ ഒന്നും പ്രൂഫൊന്നും വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് LBS കരുതില്ല. സോ നമുക്ക് ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ എഡിഷൻ ടെക്സ്റ്റ് ബുക്കുകളാണ് പ്രൂഫായിട്ട് LBS സ്വീകരിക്കുന്നത്. സോ അത്തരത്തിലുള്ള ഒരു വാലിഡ് പ്രൂഫുമായിട്ടുള്ള 3 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബി പാർട്ടിൽ 17-മതും എ പാർട്ടിൽ 47-മതുമായിട്ട് വന്ന ഡ്രഗ്സ് ദാറ്റ് ബൈൻഡ് ടു റിസപ്റ്റേഴ്സ് ആൻഡ് ബ്ലോക്ക് ദ ഇഫക്റ്റ് ഓഫ് നാച്ചുറൽ ലിഗാൻഡ് എന്നുള്ളതാണ്. അത് ആക്ച്വലി എന്താണ്, ആന്റഗോണിസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ പ്രൂഫായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്കായ ആൻ ഇൻട്രൊഡക്ഷൻ ടു മെഡിസിനൽ കെമിസ്ട്രി ബൈ ഗ്രഹാം എൽ പാട്രിക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എന്താണ് നമ്മളുടെ പ്രൂഫായിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ ചാപ്റ്റർ 4 റിസപ്റ്റേഴ്സ് അഗോണിസ്റ്റ് ആൻഡ് ആന്റഗോണിസ്റ്റ് എന്ന യൂണിറ്റിൽ കൃത്യമായിട്ട് എന്താണ് ആന്റഗോണിസ്റ്റ് എന്ന ഡെഫിനിഷൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സോ ഇത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ സോളിഡ് ആയിട്ട് ഒരു പ്രൂഫുമായിട്ട് തന്നെ ചലഞ്ച് ചെയ്യാവുന്നതാണ്. ചലഞ്ച് ചെയ്യുമ്പോൾ ഓർക്കുക, എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് മാക്സിമം ചലഞ്ച് ചെയ്താൽ മാത്രമാണ് നമുക്കതിനൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒരാൾ ചെയ്യും, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം എന്ന് ധരിക്കരുത്. നമ്മളുടെ ആവശ്യമാണ് എങ്കിൽ നമുക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആ 3 എന്ത് ചെയ്യാം, ചലഞ്ച് ചെയ്യുക. അതിൽ പൈസയുടെ കാര്യമൊന്നും തൽക്കാലം നോക്കരുത്. നമുക്ക് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം. കാരണം ഇനി HSST ഒക്കെ 26 ഒടുവിൽ വിളിക്കാനുള്ള സാധ്യതയല്ല, ഉറപ്പായിട്ടും വിളിക്കും. ഈ ഒരു ട്രെൻഡ് LP UP HSIയുടെ ഒക്കെ ഒരു ട്രെൻഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇനി അടുത്തത് HSST ആണ്. സോ നമ്മുടെ ഈ ചാൻസ് വിട്ട് കളയരുത്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ചലഞ്ച് ചെയ്യുക. ഓക്കെ, അടുത്തത് പാർട്ട് ബിയിൽ 74-മതും പാർട്ട് എയിൽ 104-മതായിട്ട് വന്ന ചോദ്യമാണ്. ദ അനലിറ്റിക്കൽ ടെക്നിക് യൂസ് ഫോർ ഫൈൻഡിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അയോൺ എന്താണ് EDTA ടൈട്രേഷൻസിൽ വരുന്നതാണ്. ദാറ്റ് മീൻസ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് ആണ്. അതിന് നിങ്ങൾക്ക് പ്രൂഫായിട്ട് കൊടുക്കാവുന്നത് one of the best analytical chemistry textbooks available ആണ് ഫണ്ടമെന്റൽസ് ഓഫ് അനലിറ്റിക്കൽ കെമിസ്ട്രി ബൈ സ്കൂഗ് ആൻഡ് വെസ്റ്റ്. അതിൽ ചാപ്റ്റർ 17 കോംപ്ലക്സേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് ആൻഡ് ടൈട്രേഷൻസിനകത്ത് ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതും ഒരു വാലിഡ് പ്രൂഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ പാർട്ട് എയിൽ 71-മതും പാർട്ട് ബിയിൽ 41-മതുമായിട്ട് വന്ന ചോദ്യമാണ് ദ ടെക്നിക് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ദ വൈബ്രേഷണൽ ഫ്രീക്വൻസി. വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓഫ് RE സ്ട്രെച്ച് ഇൻ ReCO5 ReCO5 നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക് ഏതാണെന്നാണ്. IR സ്പെക്ട്രോസ്കോപ്പി ആണ്. BD ഗുപ്ത ആൻഡ് AJ ഏലിയാസ് ഓതർ ആയിട്ടുള്ള ബേസിക് ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിലെ ചാപ്റ്റർ 3 മെറ്റൽ കാർബോണിൽസിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ മോണിറ്റേർഡ് ബൈ IR സ്പെക്ട്രോസ്കോപ്പി എന്ന് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഇതും വാലിഡ് പ്രൂഫായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചാപ്റ്റർ 3 ഓഫ് ബേസിക് ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി ബൈ ഗുപ്ത ആൻഡ് ഏലിയാസ് മെറ്റൽ കാർബോണിൽസ് എന്ന യൂണിറ്റിൽ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. സോ നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻസും വിത്ത് സോളിഡ് പ്രൂഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചലഞ്ച് ചെയ്യാവുന്നതാണ്. വളരെ 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ നിങ്ങൾ ബൗണ്ടറി ലൈനിൽ നിൽക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാൻസ് ആണ്. അപ്പം മറ്റുള്ളവർ ചെയ്യും അപ്പോൾ എനിക്ക് കിട്ടും എന്നുള്ള ധാരണയിൽ ഇരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ചലഞ്ച് ചെയ്യുക. ചലഞ്ചിങ്ങിന്റെ പ്രൊസീജിയർ ഒക്കെ LBSന്റെ സൈറ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് പാറ്റേൺ ഫോളോ ചെയ്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ LBSനെ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയോ ഫോൺ വഴി ചെയ്യുകയോ ചെയ്തിട്ട് കൃത്യമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചലഞ്ച് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ഞാൻ വീണ്ടും പറയുന്നു, HSST ആണ് നമുക്ക് ഇനി അടുത്തതായിട്ട് നിൽക്കുന്നത്. കാരണം LP-UPയും HSAയും വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു, LP-UP കഴിഞ്ഞിരിക്കുന്നു, HSA നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. സോ ഇനി ആ എക്സാമോടെ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടേൺ HSST ആണ്. സോ ഇതൊരു വണ്ടർഫുൾ ചാൻസ് ആണ്, നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. ഇതുപോലെ ആ ഒരു ബൗണ്ടറി ലൈനിൽ നിൽക്കുന്നവർ എന്തായാലും 3 ക്വസ്റ്റ്യൻസും തന്നെ വാലിഡ് പ്രൂഫ് നിങ്ങൾക്ക് മറ്റത് അവൈലബിൾ ആണെങ്കിൽ അത് കളക്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് തന്നെ എന്ത് ചെയ്യുക, ചലഞ്ച് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ടോസ് അക്കാഡമിയുടെ ഈ ചലഞ്ചിങ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. താങ്ക്